കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് കണ്ടു. അത് വായിച്ചപ്പോൾ പ്രേക്ഷകരുമായി ഒന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി. ഇവിടെ മതത്തിന്റെ പേരിൽ തീവ്രവാദികളാകുന്നവരും മതത്തിന്റെ പേരിൽ തമ്മിൽ തല്ലുന്നവരും അറിഞ്ഞിരിക്കണം. ലോകത്തെ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ പള്ളികളുള്ളത് എവിടെയാണെന്നറിയാമോ? ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലാണ്. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യമുള്ളതും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ തന്നെ. ലോകത്തിലെ ഏറ്റവും ദരിദ്രമായ 28 രാജ്യങ്ങളിൽ 23 ആഫ്രിക്കയിലാണ്. ശുദ്ധജലം, വൈദ്യുതി, നല്ല റോഡുകൾ, മികച്ച വിദ്യാഭ്യാസം, മികച്ച ആരോഗ്യ മേഖല, ഇതൊക്കെ അവർക്ക് ഇന്ന് സ്വപ്നം മാത്രമാണ്. അതേസമയം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ധാതു നിക്ഷേപങ്ങളും സ്വർണവും ഡയമണ്ടും പ്ലാറ്റിനവും ഒക്കെ ഉള്ള നാടും ആഫ്രിക്കയാണ്. അതിശയിച്ചു പോവും, നമ്മൾ അത്ഭുതപ്പെട്ടു പോവും. ലോകത്തിലെ ആകെ സ്വർണ്ണ റിസർവിന്റെ 40% ആഫ്രിക്കയിലാണ്. 60% ആഫ്രിക്കക്കാരും 50 വയസ്സിൽ താഴെയുള്ളവരുമാണ്. ഇത്രയും അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും അവർക്ക് എപ്പോഴും ദാരിദ്ര്യത്തിൽ കഴിയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അന്ധമായ മതവിശ്വാസം. ജോലി ചെയ്യാനൊന്നും സമയമില്ല, എപ്പോഴും പ്രാർത്ഥനയാണ്. യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ മതം വളർത്താൻ ആവശ്യത്തിന് പണം അവർക്ക് കിട്ടുന്നുണ്ട്. ജനങ്ങൾ മടിയന്മാരായി കഴിയുന്നു. എന്തിനേറെ, ഇവിടുത്തെ പല വ്യാജ അപ്പസ്തോലന്മാരും അത്ഭുത രോഗശാന്തി ശുശ്രൂഷകരും ഒക്കെ ട്രെയിനിങ്ങിന് പോകുന്നത് ഇവിടെയാണ്. ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും ദൈവം എന്താണ് അവരുടെ ദാരിദ്ര്യം മാറ്റാത്തത്? എന്താണ് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താത്തത്? ഇത് തന്നെയാണ് നമ്മുടെ നാട്ടിലെ തീവ്ര മതവിശ്വാസികളോട് ചോദിക്കാനുള്ളത്. കൂട്ടത്തിലുള്ള പാസ്റ്ററും അപ്പസ്തോലന്മാരും ഒക്കെ അയാളുടെ കുടുംബവും അയാളുടെ ശിങ്കടികളായി നടക്കുന്ന കുറച്ചു പേരും ആർഭാടപൂർവ്വം ജീവിക്കുമ്പോൾ വിശ്വാസികളെന്ന് പറഞ്ഞ് നടക്കുന്നവർ എന്നും ദാരിദ്ര്യത്തിൽ കഴിയുന്നു. ദൈവം സ്നേഹമാണെന്ന് ബൈബിളിൽ പുതിയ നിയമത്തിൽ പറയുമ്പോൾ ഗോത്ര കാലഘട്ടത്തിലെ ഇരുണ്ട ജീവിതവും വയലൻസും കടുത്ത ദൈവിക ശിക്ഷയും പറയുന്ന പഴയ നിയമമാണ് ഇവിടുത്തെ പാസ്റ്റർമാരുടെയും അപ്പസ്തോലന്മാരുടെയും പ്രധാന ആയുധം, ആളുകളെ പറ്റിക്കാൻ. തീവ്ര വിശ്വാസികളെന്ന പേരിൽ നടക്കുന്ന ദുർബല മനസ്സ് ഉള്ളവരെ ഭയപ്പെടുത്തി കൂടെ നിർത്താനാണ് ഇവറ്റകൾ എപ്പോഴും ശ്രമിക്കുന്നത്. കിട്ടുന്ന വരുമാനത്തിന്റെ 30% വരെ ദൈവത്തിന് നൽകണം, അതായത് പാസ്റ്റർക്കും കുടുംബത്തിനും. അങ്ങനെ വരെ പ്രസംഗിക്കുന്ന വ്യാജ അപ്പസ്തോലന്മാരുണ്ട്. ഒരു പണിയും ചെയ്യാതെ രാവിലെ മുതൽ പ്രാർത്ഥന, ആരാധന എന്നൊക്കെ പറഞ്ഞ് കക്ഷത്തൊരു ബൈബിളും പിടിച്ച് ഇറങ്ങിക്കോളും. മൂർഖൻ പാമ്പ് കടിച്ചാൽ പോലും യഥാർത്ഥ വിശ്വാസി ആശുപത്രിയിൽ പോകില്ലെന്നൊക്കെ പ്രസംഗിച്ച് നടക്കുന്നവനൊക്കെ അസുഖം വന്നപ്പോൾ നേരെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പോയി ചികിത്സ തേടുന്നു, അതും വിദേശ രാജ്യങ്ങളിൽ വരെ. സാമ്പത്തികമായും അല്ലാതെയും തങ്ങളെ ഇവർ ചൂഷണം ചെയ്യുകയാണെന്ന് മനസ്സിലാക്കാനുള്ള ബോധം അവരുടെ മുന്നിൽ ചെന്ന് നിന്ന് ആമേൻ ആമേൻ അവന്മാർ പറയുന്നത് കേട്ട് ആമേൻ ആമേൻ പറയുന്ന വിശ്വാസികൾ ഇല്ലാതെ പോകുന്നു. ഒരു ഇടനിലക്കാരൻ ഉണ്ടെങ്കിലേ ദൈവം പ്രാർത്ഥന കേൾക്കുമെന്നാണോ കരുതുന്നത്? നമ്മുടെ പൈസയെ നേർച്ചയായി കിട്ടിയിട്ട് വേണമല്ലോ ദൈവത്തിന് അരിമേടിക്കാൻ. നേർച്ച കൊടുത്തെങ്കിലേ ദൈവം കേൾക്കത്തുള്ളൂ. കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന, അവരെ ചൂഷണം ചെയ്യുന്നവനെയൊക്കെ താങ്ങി നടക്കുന്ന വിശ്വാസികളായ മനോരോഗികൾ, അങ്ങനെ വേണം പറയാൻ. എന്തു പറഞ്ഞിട്ടും കാര്യമില്ല അവരോട്. ഇവരൊക്കെ ഗോഡ് ഫിയറിങ് പീപ്പിളാണ്, അല്ലാതെ ഗോഡ് ലവിങ് പീപ്പിൾ അല്ല. സാധാരണ മനുഷ്യരുടെ ഭയത്തെയാണ് അവർ മുതലെടുക്കുന്നത്. നമ്മൾ വിചാരിക്കാതെ നമ്മളെ ആർക്കും പറ്റിക്കാൻ കഴിയില്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്.